നമസ്കാരം, ഞാൻ മരിയ. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. ജോർജിന് മണികെട്ടാൻ ഉമ്മൻചാണ്ടിയെ അടച്ചാക്ഷേപിച്ച് PC ജോർജ്. ജനസമ്പർക്ക പരിപാടി മുഖ്യമന്ത്രിയുടെ പ്രധാന തട്ടിപ്പ്. ഖജനാവിലെ പണം രാജാവിനെ പോലെ എടുത്തു നൽകാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അധികാരമെന്ന് ജോർജിന്റെ ആക്ഷേപം. ജോർജിനെ ഒതുക്കാൻ മാണിയുടെ വീട്ടിൽ രഹസ്യയോഗം. കഴിഞ്ഞ ദിവസം പാലായിലെ വീട്ടിൽ നടന്ന രഹസ്യയോഗത്തിൽ പങ്കെടുത്തത് മാണി ഗ്രൂപ്പ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും മണ്ഡലം പ്രസിഡന്റുമാരും. മാണിയുടെ ശ്രമം സെക്യുലർ പാർട്ടിയിലേക്കുള്ള പ്രവർത്തകരുടെ ഒഴുക്ക് തടയാൻ. മാണിക്ക് വെല്ലുവിളി ഉയർത്തി പാലായിലും പൂഞ്ഞാറിലും മത്സരിക്കുമെന്ന ജോർജിന്റെ പ്രഖ്യാപനം. PC ജോർജ് പൂഞ്ഞാറിലെ വെറും കടലാസ് പുലിയാണെന്ന് യോഗത്തിൽ മാണിയുടെ ആക്ഷേപം. പൂഞ്ഞാറിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ധനമന്ത്രിയായ തന്നെ കണ്ടാൽ മതിയെന്ന് മാണിയുടെ ഉറപ്പ്. സംവരണ അട്ടിമറിക്ക് പിടിവീണു. കേരള സർവകലാശാലയിൽ സംവരണം അട്ടിമറിച്ച് നടത്തിയ അധ്യാപക നിയമനങ്ങൾ റദ്ദാക്കാൻ സർക്കാർ ഉത്തരവ്. റദ്ദാക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടത്തിയ നിയമനങ്ങൾ. സംവരണം നടപ്പാക്കാൻ സർവകലാശാല നിയമം ഭേദഗതി ചെയ്തത് 2013 സെപ്റ്റംബറിൽ. സർക്കാർ ഉത്തരവ് നിയമഭേദഗതിക്ക് ശേഷം നടത്തിയ മുഴുവൻ നിയമനങ്ങളും റദ്ദാക്കാൻ. സർക്കാർ നടപടി വൈസ് ചാൻസലർ നിയമം ലംഘിച്ച് നിയമനം നടത്തുന്നുവെന്ന പരാതിയിൽ. നിയമനം നടത്തിയത് സംവരണ തത്വം പാലിച്ചെന്ന് സർവകലാശാല വിശദീകരണം. ആരോപണങ്ങൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ. പുതിയ നിയമനങ്ങൾ ഉടനുണ്ടാകുമെന്നും സർവകലാശാല. ഇടിക്കൂട്ടിലെ ആവേശമായി മെയ്വദർ. നൂറ്റാണ്ടിന്റെ പോരാട്ടത്തിൽ അജയ്യനായി ഫ്ലോയിഡ് മെയ്വദർ. ലോക വെൽറ്റർ വെയ്റ്റ് ബോക്സിംഗ് മത്സരത്തിൽ ഫിലിപ്പീൻ താരം മാനി പക്കിയാവോയ്ക്കെതിരെ ആധികാരിക ജയം. ലോകം കാത്തിരുന്ന ആവേശ പോരാട്ടത്തിൽ പക്കിയാവോയെ തോൽപ്പിച്ച മെയ്വദർ നേടിയത് പ്രൊഫഷണൽ മത്സരങ്ങളിലെ തുടർച്ചയായ 48ാം ജയം. സമ്മാനമായി ലഭിച്ചത് 3000 മരതകങ്ങൾ പതിച്ച ബെൽറ്റ്. അമേരിക്കയിലെ ലാസ് വെഗാസിലെ MGM ഗ്രാൻഡ് ഗാർഡനിൽ നടന്ന മത്സരത്തിൽ മെയ്വദറിന് ലഭിക്കുന്ന പ്രതിഫലം 935 കോടി. പക്കിയാവോയ്ക്ക് ലഭിക്കുന്നത് 635 കോടി. വെൽറ്റർ വെയ്റ്റ് കിരീടത്തിന് പുറമെ 3 ലോക ബോക്സിംഗ് സംഘടനകളുടെയും സംയുക്ത ചാമ്പ്യനായി 38-കാരനായ മെയ്വദർ. തോൽവിയിലും തലകുനിക്കാതെ പക്കിയാവോ. പഞ്ചാബിന് ജയിക്കണം. IPL-ൽ ഇന്ന് പഞ്ചാബിന് നിർണായകം. വൈകിട്ട് 4-ന് മൊഹാലിയിൽ നടക്കുന്ന മത്സരത്തിൽ കിങ്സ് 11ന്റെ എതിരാളി മുംബൈ ഇന്ത്യൻസ്. കളിച്ച 8 മത്സരങ്ങളിൽ 2 ജയവുമായി പഞ്ചാബ് പോയിന്റ് പട്ടികയിൽ അവസാനം. ടീമിന് തലവേദനയായി ബാറ്റിംഗിലെ പോരായ്മ. സീസണിൽ ഇതുവരെ ഫോം കണ്ടെത്താനാവാതെ മാക്സ്വെൽ. തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് കരകയറാൻ മുംബൈ ഇന്ത്യൻസ്. പ്രതീക്ഷ നൽകി കഴിഞ്ഞ കളിയിൽ രാജസ്ഥാനെതിരെ നേടിയ ജയം. 2ാം മത്സരത്തിൽ രാജസ്ഥാന്റെ എതിരാളി ഡൽഹി ഡെയർ ഡെവിൾസ്. റോയൽസ് ഇന്നിറങ്ങുന്നത് 1ാം സ്ഥാനം ലക്ഷ്യമിട്ട്. മത്സരം മുംബൈയിൽ രാത്രി 8-ന്. ആദ്യ 4-ൽ കടക്കാൻ ഡൽഹിക്ക് ജയം അനിവാര്യം. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.